Welcome to yet another podcast episode from Teachers Academy. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ടീച്ചേഴ്സ് അക്കാദമിയുടെ ഒരു റീസെൻറ്റ് OET വിന്നറാണ്. ആൻഡ് ഹെർ നെയിം ഇസ് നൺ അതർ ദാൻ മിസ് മറിയമ്മ എബ്രഹാം. സോ മറിയമ്മ, വെൽക്കം. താങ്ക് യു മാം. സോ ടീച്ചേഴ്സ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് ഇന്ന് എൻ്റെ മുന്നിൽ ഒരു റീസെൻറ്റ് OET വിന്നറായിട്ടിരിക്കുന്നു. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് ജേർണി? ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനൊരു അവസരം ഉണ്ടാകുമെന്നൊന്നും ഞാൻ ഓർത്തിരുന്നില്ല, പക്ഷേ അതിനെ ദൈവം എന്നെ അനുവദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ നന്ദി പറയാനുള്ളത് ടീച്ചേഴ്സ് അക്കാഡമിക്ക് തന്നെയാണ്. ഇവിടുത്തെ ഓരോ ട്യൂട്ടേഴ്സ്, ടിജു സർ, ദീപ്തി മാം, എല്ലാ ട്യൂട്ടേഴ്സും എന്നെ ഈ വിജയത്തിന് ഒത്തിരി സഹായിച്ചു. ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി ഹാപ്പിയാണ് ഞാൻ. Yes, we are also really happy with the fact that you are right in front of me. So എന്നോട് പറഞ്ഞു ഇവിടുത്തെ ടീച്ചേഴ്സ്, ടിജു സർ, ദീപ്തി മാം എല്ലാം ഈ ഒരു ജേർണിയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. സോ നമ്മുടെ ട്യൂട്ടേഴ്സ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ സ്ട്രാറ്റജീസും ടിപ്സും ഒക്കെ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ആൻഡ് ടിപ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ മറിയമ്മേനെ ഹെൽപ്പ് ചെയ്ത ഒരു സ്ട്രാറ്റജി നമ്മളുമായിട്ട് ഷെയർ ചെയ്യാമോ? യെസ് മാം, ഒത്തിരി സ്ട്രാറ്റജീസ് നമ്മുടെ ക്ലാസ്സസിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരാറുണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ ഓൺലൈൻ കോഴ്സാണ് അറ്റൻഡ് ചെയ്തത്. 2023 മാർച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ മുതൽ റെക്കോർഡ് സെക്ഷൻസ് ഞാൻ കാണാറുണ്ട്, അതുപോലെ ലൈവ്സും അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിൽ ടീച്ചേഴ്സിനെ ലിസണിങ്ങിനായിരുന്നു എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂള്. ടീച്ചേഴ്സ് അതിനെപ്പറ്റി എങ്ങനെയാണ് നമ്മൾ ലിസണിങ് ഓരോ പ്രാവശ്യം കേൾക്കേണ്ടത്, അതുപോലെ അതിനകത്ത് എന്താണ് ഇമ്പോർട്ടൻ്റ് ഉള്ള വൊക്കാബുലറീസ് എങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്, അതുപോലെ സിനോണിംസ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് എപ്പോഴും ലിസണിങ്ങിൽ ആ സെയിം വേർഡ്സ് ആയിരിക്കില്ല ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ സിനോണിംസ് പഠിക്കുന്നതിനെ പറ്റി ഒത്തിരി സിനോണിംസ് വേർഡ്സ് ടീച്ചേഴ്സ് പറഞ്ഞു തന്നു. അതുപോലെ നമ്മുടെ വേർബ് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണ് വരേണ്ടത്, അതുപോലെ നൗൺസ് കഴിഞ്ഞ് എന്താണ് വരേണ്ടത്, അങ്ങനെയുള്ള കുറേ സ്ട്രാറ്റജീസ് പറഞ്ഞു തന്നപ്പോൾ നമ്മൾക്ക് അതനുസരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ആ സ്ട്രാറ്റജീസ് ഒക്കെ എക്സാമിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിച്ചു അല്ലേ? യെസ്, അത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിച്ചു. പക്ഷെ നമ്മൾ കുറച്ചേറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ എക്സാമിൻ്റെ സമയത്ത് അത് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, വി ആർ ഓൾസോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് ഈ പറയുന്ന എല്ലാ സ്ട്രാറ്റജീസും മറിയമ്മേനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള കേസിൽ. സോ ടീച്ചേഴ്സ് അക്കാദമിയുടെ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. സോ ഒരു ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഫോർമാറ്റ് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്? ഞാൻ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടീസ് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ലൈവ് മിക്കവാറും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ലൈവ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് റെക്കോർഡ് സെക്ഷൻസ് ഓൾറെഡി അവൈലബിൾ ആണ്. റെക്കോർഡ് സെക്ഷൻസിൻ്റെ കൂടെയാണ് ലൈവ് സെക്ഷൻസ് ഉള്ളത്. ചിലപ്പോൾ ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതല്ലാത്ത സമയത്ത് ഈ ലൈവ് സെക്ഷൻസ് എല്ലാം തന്നെ റെക്കോർഡായിട്ട് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് അത് എപ്പോൾ വേണേലും കാണാനായിട്ടുള്ള ഒരവസരം ഉണ്ടായിരുന്നു. അതുപോലെ ഡ്യൂട്ടിയുടെ സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോഴൊക്കെയും അത് കാണാനും അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സസിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് മിസ്സായി എന്നൊരു ബുദ്ധിമുട്ട് ഈ ഒരു ജേർണിയിൽ ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഓൺലൈൻ ആയതുകൊണ്ട് ഈ റെക്കോർഡ് സെക്ഷൻസ് അവൈലബിൾ ആയിരുന്നതുകൊണ്ട് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റി. എൻ്റെ അഭിപ്രായത്തിൽ റെക്കോർഡ് സെക്ഷൻസ് ഒത്തിരി ബെനിഫിറ്റാണ് സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർ. യെസ്, ഞങ്ങൾക്കൊക്കെ 8 hours ഡ്യൂട്ടി ആയിരിക്കാം, ചിലപ്പോൾ 12 hours ഡ്യൂട്ടി വരാറുണ്ട്. ആ സമയത്ത് മിക്കവാറും ലൈവ് സെക്ഷൻസ് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഈ റെക്കോർഡ് സെഷൻ എപ്പോൾ വേണേൽ കാണാൻ എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യമൊക്കെ സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സസ്, അതുപോലെ ദീപ്തി മാമിൻ്റെ റൈറ്റിംഗ് ക്ലാസ്സസ് ഒക്കെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ അതിനെ മൾട്ടിപ്പിൾ ടൈംസ് കാണാനും സാധിക്കുമായിരുന്നു. അപ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും അതിനെ റിവൈസ് ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാൻ പറ്റുമായിരുന്നു. ദീപ്തി മാഡത്തിൻ്റെ 100 സെക്ഷൻ ഞാൻ ഓൾറെഡി കണ്ടു. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഫസ്റ്റ് മുതൽ വീണ്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. 100 സെക്ഷൻസ് ദീപ്തി മാമിനെ കംപ്ലീറ്റ് ചെയ്ത ആളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ആ സ്കോഴ്സ് വന്നതിൽ നമ്മൾ ഒട്ടും സംശയിക്കുന്ന പോലുമില്ല. സോ നമ്മുടെ കോഴ്സസിൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സസിന് ഇത്ര കോഴ്സസ്, ഇത്ര മൊഡ്യൂൾ, ഇത്ര അവേഴ്സിന് ഇത്ര കോഴ്സസ് ഇത്ര എമൗണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ എപ്പോഴെങ്കിലും ഇത് ബെനിഫിഷ്യൽ ആയിട്ടില്ല, ഈ ഒരു എമൗണ്ട് കൂടുതലാണ് എന്ന് എപ്പോഴെങ്കിലും ഈ ഒരു ജേർണിയിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അറ്റൻഡ് ചെയ്തത് 1 month കോഴ്സാണ് ഞാൻ എടുത്തിരുന്നത്. ആ 1 month കോഴ്സിൽ ഞാൻ 2023 മാർച്ചിലാണ് അറ്റൻഡ് ചെയ്തത്. ഞാൻ എക്സാം എഴുതിയത് ഇപ്പോൾ 2024 നവംബറിലാണ് എഴുതിയത്. അപ്പോൾ അത്രയും ഡ്യൂറേഷനിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആ റെക്കോർഡ് സെക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇൻ ബിറ്റ്വീൻ ന്യൂ ലൈവ് സെക്ഷൻസ് വരുമ്പോഴും അത് റെക്കോർഡ് സെഷനിൽ ആഡ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും ആ ഫീസ് ഒരു കൂടുതലായിട്ടോ അല്ലാതെ എപ്പോഴും ഒരു ബെനിഫിറ്റായിട്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
ഓക്കെ, അപ്പോൾ വർത്ത് ആയിരുന്നു ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എല്ലാം തന്നെ? യെസ് മാം, ഓഫ് കോഴ്സ് ഇത് വർത്ത് ആയിരുന്നു. ഓക്കെ, വി ആർ ഓൾസോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. സോ മറിയാമ്മനുള്ള എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി നമ്മുടെ OET എക്സാം എന്ന് പറയുമ്പോൾ അതിനകത്ത് റീഡിംഗ്, ലിസ്ണിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് 4 മൊഡ്യൂൾസ് ഉണ്ട്. സോ ഈ 4 എണ്ണത്തിൽ വിച്ച് വാസ് യുവർ ടഫസ്റ്റ് മൊഡ്യൂൾ? മൈ ടഫസ്റ്റ് മൊഡ്യൂൾ ലിസണിങ് ആയിരുന്നു. ഓക്കെ, ആക്ച്വലി ഞാൻ 2022 ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിരുന്നു ഓൾറെഡി. ആ സമയത്ത് എനിക്ക് ലിസണിങ്ങിനാണ് മാർക്ക് കുറവ്, 320 വന്ന് നിൽക്കുമായിരുന്നു. 320 ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ. സോ നമ്മുടെ കറന്റ് സ്കോർ എന്ന് പറയുന്നത്, കറന്റ് സ്കോർ 370 ആയേക്കാൻ. സോ 320 നിന്ന് 370 എന്ന് പറയുന്ന വലിയൊരു ഹ്യൂജ് ജമ്പ് ആണ് മറിയാം. യെസ്, അതുപോലെ സ്പീക്കിങ്ങിനും എനിക്ക് ഫസ്റ്റിൽ കിട്ടിയ 350 ആയിരുന്നു. ഇപ്പോൾ എനിക്ക് 390 എത്തുവാൻ സഹായിച്ചു. 350 നിന്ന് ഓൾറെഡി ബിയിലായിരുന്നു. സോ അവിടെ നിന്ന് നേരെ 390 എന്ന് പറയുന്ന ജമ്പ് ചെയ്തിട്ടുണ്ട്. അതിന് മെയിൻ റീസൺ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഐശ്വര്യ മാം ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ വർഷ മാമത്തിന്റെ ഓൾ ലൈവ് സെക്ഷൻസ്, ലൈവ് സെക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഫേസ്ബുക്ക് ലൈവ്സ് ആൻഡ് യൂട്യൂബ് ലൈവ്സ്, അത് ഒത്തിരി ബെനിഫിഷ്യൽ ആയിരുന്നു ഈ എല്ലാ മൊഡ്യൂൾസിനും. അതുപോലെ റീഡിങ്സിനായിക്കോട്ടെ, ബിന്ദു മാമിൻ്റെ ലൈവ് സെക്ഷൻ ഉണ്ട്, ലിസണിംഗ് മാമിൻ്റെ ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു, സ്പീക്കിങ്ങിന്, അതുപോലെ റൈറ്റിങ്ങിന് ഐശ്വര്യ മാമത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മറ്റുള്ള ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഒരു ലൈവ് സെഷൻ പോലും ഞാൻ മിസ് ചെയ്യത്തില്ലായിരുന്നു. അതായത് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് വന്ന ലൈവ് സെക്ഷൻസ്, അതിൽ കൂടി സ്പീക്കിങ്ങിന് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നെ കൊണ്ട്. അതൊത്തിരി ബെനിഫിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിന്റെ ബെനിഫിറ്റും ഉപയോഗിച്ചു, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എയർ ചെയ്യുന്ന ക്ലാസ്സസ് എല്ലാം തന്നെ കണ്ട ഒരാളാണ്. യെസ് മാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എൻറ്റയർ ജേർണിയിൽ ഏതൊരാളെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹു ഇസ് ഗോണ ബി ദ മോസ്റ്റ് സപ്പോർട്ടീവ് പേഴ്സൺ ഇൻ യുവർ ജേർണി? ഇതിനകത്ത് എല്ലാ ടീച്ചേഴ്സും ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. ലൈവ് സെക്ഷൻസിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ വർഷ മാം, ഐശ്വര്യ മാം, അതുപോലെ ബിന്ദു മാം, ഇവരെല്ലാവരെയും ക്ലാസ് ഒത്തിരി ബെനിഫിറ്റ് ആയിരുന്നു. ബട്ട് ഞാൻ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ദീപ്തി മാമത്തിനെ പറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ റൈറ്റിംഗ് സെക്ഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ലൈവ് സെഷൻസ് ഞാൻ ഇടയ്ക്ക് കയറാറുണ്ടായിരുന്നു, റൈറ്റിങ്ങിന് കയറാറുണ്ടായിരുന്നു. മെയിൻലി ഞാൻ അറ്റൻഡ് ചെയ്ത ലൈവ് സെഷൻ റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ സെഷൻസ് ആയിരുന്നു. അതിൽ ദീപ്തി മാമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഇത്രയും പേഷ്യൻസ് ആർക്കെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഈവൻ ഞാൻ പോലും അവിടെ നിന്ന് ആലോചിച്ചിട്ടുണ്ട്, ഈ കുട്ടികൾ എന്താ വീണ്ടും ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത്. ചിലപ്പോൾ മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരിക്കാം, വീണ്ടും ഇന്ന് ആരെങ്കിലും കയറിയിട്ട് മാം ആ ഡൗട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇറിറ്റേറ്റഡ് ആകാറുണ്ട്. പക്ഷേ മാം ഒരിക്കലും ആ ഒരു ഇറിറ്റേഷൻ കാണിച്ചിട്ടില്ല. അവർ എത്ര പ്രാവശ്യം ചോദിച്ചോ അത്രയും പ്രാവശ്യം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. ഈവൻ അഡ്രസ്സ് എഴുതുന്നത് മുതലായിക്കോട്ടെ, ഡേറ്റിൻ്റെ ആയിക്കോട്ടെ, റെഫറൻസ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അത് വീണ്ടും കുട്ടികൾ ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ എത്ര പ്രാവശ്യം വേണേൽ അവിടെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ദീപ്തി മാം എനിക്ക് ഒത്തിരി ഇൻസ്പിറേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ടിജു സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സസ്, ഗ്രാമർ ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗ്രാമർ പഠിക്കാൻ നമുക്ക് ഒരിക്കലും OET പാസ്സാകാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാന്ന് വെച്ചാൽ ആ ബേസിക് ഗ്രാമർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് റീഡിങ്ങിൻ്റെ ആയിക്കൊള്ളട്ടെ, ലിസണിങ്ങിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ കാണാതെ പഠിച്ചൊരിക്കലും നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രാമർ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റീഡിങ്ങിൻ്റെ അർത്ഥം മനസ്സിലാകാം, ഓരോ പാരഗ്രാഫിൻ്റെ മീനിങ് മനസ്സിലാകും. അതുപോലെ ലിസണിങ്ങിനാണെങ്കിലും കേൾക്കുമ്പോൾ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാമർ ക്ലാസ്സസ് വേണം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഗ്രാമർ ക്ലാസ്സസ്. അതുപോലെ എനിക്ക് ഒത്തിരി ബെനിഫിറ്റായിരുന്നു. മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ടിജു സാറിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് 2021 2021 തൊട്ട് ടിജു സാറിനെയും അക്കാദമിനെ ഫോളോ ചെയ്യുകയാണ്. അത് ഞാൻ OET എഴുതണം എന്നുള്ള ഒരു മോട്ടോയിലല്ല ഞാൻ ചെയ്തത്. കുട്ടികൾ അത് OET, എൻ്റെ ജൂനിയേഴ്സായിട്ട് വന്ന കുട്ടികൾ OET പഠിച്ച സമയത്ത് എനിക്കും തോന്നി നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാത്തിനും നല്ല മാർക്സാണ്, പക്ഷേ എപ്പോഴും ഇംഗ്ലീഷിന് മാർക്ക് കുറവായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ സൗദി അറേബ്യയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കണം. അത് നമ്മൾ സംസാരിക്കുന്നു, അതിൻ്റെ ഗ്രാമർ ശരിയാണോ എന്ന് നമ്മൾ നോക്കാറില്ല. നമ്മളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജൂനിയേഴ്സ് കുട്ടികൾ ഇതിനകത്ത് ടിജൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് അവരിത് പഠിച്ചപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായി, ഗ്രാമർ പഠിക്കാനായിട്ട്. അങ്ങനെ ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ സാറിൻ്റെ ഡിഡിനെ പറ്റിയുള്ള ക്ലാസ്സാണ് ആദ്യമേ കാണുന്നത്. അതെ, ടിജു സാറിൻ്റെ ഡിഡ്. അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഹാസ് ഹാഡ്. അങ്ങനെയാണ് ഡിഡ് ഹാസ് ഹാഡൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഇല്ല ഞാൻ പറയുന്ന മിസ്റ്റേക്സ് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ സാറിനെ ഫോളോ ചെയ്ത് എല്ലാ വീഡിയോസും കാണാൻ തുടങ്ങി. അങ്ങനെ ബുക്കിനകത്ത് നോട്ട് എഴുതി വെച്ച്
സാറിൻ്റെ ഒരു വീഡിയോസ് പോലും ഞാൻ മിസ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ 2021 ആ സമയത്താണ് OT സീരിയസ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞ സാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ 25 എപ്പിസോഡ് മുതൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു. അങ്ങനെ ഞാൻ നോട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴൊന്നും OT എഴുതണമെന്നുള്ള പ്ലാനിലൊന്നുമല്ല, ജസ്റ്റ് പഠിക്കുക, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു OT വിന്നർ ആയിട്ടിരിക്കുന്നത്. യെസ് മാം. അത് കഴിഞ്ഞാണ് ഇങ്ങനെ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചു എവിടെയെങ്കിലും പഠിക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് ടിജു സാറിനെ തന്നെ, ടിജൂസ് അക്കാഡമിയിൽ തന്നെ പഠിക്കും. അതുപോലെ എൻ്റെ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ടിജൂസ് അക്കാഡമി കയറണം, ഈ ഗ്രാമറൊക്കെ കാണണം, അത് ഒത്തിരി നല്ല ബെനിഫിറ്റാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ OT എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ 2 പ്രാവശ്യം എഴുതി, അത് മിസ്സായി. 10 മാർക്സ് 20 മാർക്സിനൊക്കെയാണ് മാറിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇനി ടിജൂസ് അക്കാഡമിയിൽ കയറാത്തത് കൊണ്ടാണ്, അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് മിസ്സാകുന്നതെങ്കിൽ അങ്ങനെയാണ് ടിജൂസിൽ വന്ന് ജോയിൻ ചെയ്തത്. അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിച്ചു. സോ ഈ ഒരു അറ്റംപ്റ്റിലല്ലാതെ ഇതിനു മുന്നും OT അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നോട് പറയുണ്ടായി. സോ ഇതിനു മുന്നേ മറ്റ് അക്കാദമികളിൽ പഠിച്ചു എന്ന് മെൻഷൻ ചെയ്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ടിജൂസ് അക്കാദമിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്തുമാത്രം മറിയാമ്മേനെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ എന്തുമാത്രം വ്യത്യസ്തമായിരുന്നു വെൻ കമ്പയർ ടു അതേഴ്സ്? സ്റ്റഡി മെറ്റീരിയൽസ് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നാൽ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാതെ നമ്മൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ എപ്പോഴും ടിജൂസ് അക്കാഡമിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അത് പ്രിൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒത്തിരി ബെനിഫിറ്റ് ആയിരുന്നു. ചില അക്കാഡമിയിൽ, ഞാൻ നേരത്തെ പഠിച്ച അക്കാഡമിയിലാണെങ്കിൽ പോലും സ്റ്റഡി മെറ്റീരിയൽസ് തന്നെങ്കിൽ പോലും ചിലത് ഒത്തിരി ടഫായിരുന്നു. സ്പെഷ്യലി റീഡിങ് മൊഡ്യൂള് നമ്മൾക്ക് A പാർട്ട് ഒന്നും ചെയ്യാനേ പറ്റില്ല. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സ്കോർ കുറയും. അത് നമ്മൾ പിന്നെ അതൊരു ഡിപ്രഷനിലോട്ട് പോകും, എനിക്ക് ഇത്ര സ്കോറേ കിട്ടിയുള്ളല്ലോ എന്നുള്ളത്. പക്ഷേ ടിജൂസിൻ്റെ മെറ്റീരിയൽസ് എപ്പോഴും അത് നമ്മൾക്ക് അത്ര ടഫായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ A പാർട്ട് ആയിക്കോട്ടെ, B പാർട്ട്, C പാർട്ട് അങ്ങനെയുള്ളത് വരുമ്പോഴത്തേക്കിന് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ ചില ഒത്തിരി റിസേർച്ച് ടൈപ്പ് അങ്ങനെയുള്ളത് കിട്ടാറില്ല. ഇതെപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് OTക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ലഭിക്കുന്നത് അതുപോലെയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇത് നമുക്ക് ലഭിച്ചിരുന്നത്. റിയൽ എക്സാമിന് പോയപ്പോൾ ഈ ഒരു മെറ്റീരിയലുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? യെസ്, ഇതുപോലെയുള്ള സെയിം മെറ്റീരിയൽസ് ആണ് നമുക്ക് എക്സാംസിന് വരുന്നത്. ഒത്തിരി ടഫായിട്ടുള്ള റിസർച്ച് ടൈപ്പ് അങ്ങനെയുള്ളത് A പാർട്ടിൽ വരുന്നതായിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്തതിനകത്ത് കണ്ടിട്ടില്ല ഞാൻ. അത് ഒത്തിരി ബെനിഫിറ്റ് ആയിരുന്നു. ഓക്കെ. സോ ടിജൂസ് അക്കാദമിയുടെ ഈ ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ ടിജൂസ് അക്കാദമിയുടെ ഓൺലൈൻ സെഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് മറിയാമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? ഓൺലൈൻ സെഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻലി അത് റെക്കോർഡഡ് ആണ്. ഓൺലൈൻ സെഷൻ നമുക്ക് റെക്കോർഡ് സെക്ഷൻസ് അവൈലബിൾ ആണ് എപ്പോഴും. അതിനകത്തൊരു ലിമിറ്റേഷൻ ഇല്ല. നമ്മൾ എന്ന് തുടങ്ങുന്നു, എന്ന് നമ്മളുടെ സക്സസ് നമ്മൾക്ക് എന്ന് ലഭിക്കുന്നു, അതുവരെ അത് അവൈലബിൾ ആണ്. അത് വലിയൊരു ബെനിഫിറ്റാണ് എല്ലാവർക്കും, സ്പെഷ്യലി ജോബ് ചെയ്യുന്നവർക്ക്. ആ റെക്കോർഡ് സെക്ഷൻസ് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ റെക്കോർഡ് സെക്ഷൻ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ചില എസ്പെഷ്യലി റീഡിങ് ആൻഡ് ലിസണിങ്ങിനകത്ത് ലൈവ് സെക്ഷൻസ് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റീഡിങ് ലിസണിങ് ഒക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സംശയമുള്ള കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ആൻസർ ലഭിക്കും. അതിനകത്ത് ലൈവ് സെക്ഷൻസ് പോലെ തന്നെ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. ടീച്ചേഴ്സ് എന്താണ് അതിൻ്റെ ആൻസർ പറയുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് തെറ്റിയത്, അല്ലെ എന്തുകൊണ്ടത് തെറ്റി, അതെങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഓൺലൈനിൽ ജോയിൻ ചെയ്തത് കാരണം സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഒരു എവറിഡേ ലൈഫ് അല്ലെങ്കിൽ വർക്ക് ലൈഫുമായിട്ട് ബാലൻസ് ചെയ്ത് ഒരു അക്കാദമിക് ജേർണി കൊണ്ടുപോകാനായിട്ട് ഓൺലൈൻ സെഷൻ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? യെസ്, തീർച്ചയായിട്ടും അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഓൺലൈൻ എന്നുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ലൈവ് സെഷനും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ. സൗദി അറേബ്യയിൽ 18 വർക്ക് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ജേർണിയിൽ നിന്നുകൊണ്ട് തന്നെ, ജോലിയൊന്നും വിടാതെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എവറിഡേ ലൈഫ്, വർക്ക് ലൈഫ് എല്ലാം ബാലൻസ് ചെയ്ത് ലൈവ് സെഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, റെക്കോർഡ് സെഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റെക്കോർഡ് സെഷൻസിനകത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേട്ടാണ്
ഓരോ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊണ്ടുവന്നു. സോ ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഈ OET എന്ന് പറയുന്ന ഒരു എക്സാമിനെ പേടിച്ച് അത് എഴുതണോ വേണ്ടയോ, ഞാൻ എഴുതിയാൽ അത് ക്ലിയർ ആവുമോ എന്നൊക്കെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. സോ അവരോട് എന്താണ് മറിയാമ്മയ്ക്ക് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാൻ ഒരിക്കലും OET പേടിക്കണ്ട. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ്. പിന്നെ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തെങ്കിൽ പോലും എൻ്റെ ഇംഗ്ലീഷിനകത്ത് അത്ര ഗ്രാമറോ അല്ലെങ്കിൽ അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഒന്നും എനിക്കില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ 18 ഇയേഴ്സ് വർക്ക് ചെയ്യുകയാണ്. പലരും നമ്മളെ പുറകോട്ട് വലിക്കുവാനായി നോക്കി. 18 ഇയേഴ്സ് നീ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു, വീണ്ടും എന്തിനാണ് OET എഴുതുന്നത്? അതുപോലെ തന്നെ എൻ്റെക്കാൾ പുറകെ വന്ന ജൂനിയേഴ്സ് കുട്ടികളൊക്കെ OET എഴുതി അവർ പാസ്സായി അയർലൻഡ്, UK അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് നമ്മൾക്ക് പ്രായമായി, 18 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇല്ലേ, ഇത്രയും ഇതിൽ ഇനി എന്തിനാണ് ഇതിനു വേണ്ടി ഒരുങ്ങുന്നേ, നമ്മൾക്കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ പുതിയ കുട്ടികളൊക്കെ അവർക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായത് കാരണം അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അവർക്ക് വേഗം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിവേ ഞാൻ ഈ OETക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പോൾ അതൊന്ന് പാസ്സാകുക, ഞാൻ എവിടെയെങ്കിലും പോകുന്നില്ലയോ എന്നുള്ളതല്ല, OET ഒന്ന് പാസ്സാകുക. അതുപോലെ തന്നെ ഗ്രാമർ പഠിക്കുക. അതിൻ്റെ മക്കൾക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. എവിടെ ചെന്നാലും ഇംഗ്ലീഷ് ഒരിക്കലും നമ്മൾക്ക് ദോഷമായിട്ടല്ല, എപ്പോഴും നന്മയ്ക്കായിട്ടാണ് തീരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത്, എല്ലാവരോടും പറയുന്നത്, ആരൊക്കെ ഇത് ആഗ്രഹിക്കുന്നു അതിനകത്തൊരു ഏജ് ലിമിറ്റേഷൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. ആർക്ക് വേണമെങ്കിലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു വലിയ എഫേർട്ട് ഇടണം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടതിനൊരു തന്നെ നമുക്ക് പഠിച്ചത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ഓഫ് കോഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അതിനെ ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ടിജോസ് അക്കാഡമിയാണ്. അവിടെ നമ്മൾക്ക് ബേസിക് ഗ്രാമർ മുതൽ നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് ഗ്രാമർ നമ്മൾക്ക്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, ആരും പുറകോട്ട് മാറി നിൽക്കരുത്. ആരെന്ത് പറഞ്ഞാലും മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതായ യാതൊരു ആവശ്യമില്ല. നമ്മൾക്കതിനെപ്പറ്റി കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക. ടിജൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവത്തിൽ കൂടി പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ ദൈവത്തിൽ കൂടി വിശ്വാസം അർപ്പിക്കുക. ഒരിക്കലും നമ്മൾക്ക് ഫെയിൽ ആകുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. സോ മറിയമ്മ എന്നോട് പറഞ്ഞതിനകത്ത് ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. OET എന്ന് പറയുന്ന ഒരു എക്സാം ക്ലിയർ ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ തൻ്റെ ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യാനും കൂടി ഈ ഒരു ലാംഗ്വേജ് സ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ വെൻ കമ്പയർ ടു ദാറ്റ് ഓൾഡ് മറിയമ്മ, ഇവിടെ ജോയിൻ ചെയ്ത ടിജൂസ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത സമയത്തുള്ള മറിയമ്മയും ഈ ഇപ്പോൾ എൻ്റെ മുന്നിൽ OETയുടെ റീസെൻറ്റ് വിന്നർ ആയിട്ടിരിക്കുന്ന മറിയമ്മയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, വെൻ ഇറ്റ് കംസ് ടു ദിസ് യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് ഒത്തിരി വ്യത്യാസമുണ്ട് മാം. ഞാൻ ടിജൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത ആ വ്യക്തിയിൽ നിന്ന് ഒത്തിരി ഞാൻ മുൻപോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ അത് ഞാൻ എപ്പോഴും ആ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ എൻ്റെ സംസാരത്തിലായിക്കൊള്ളട്ടെ, ഞാൻ ഇംഗ്ലീഷിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ ഗ്രാമർ ഇങ്ങനെ ആയിരിക്കണം, ഇത് കഴിഞ്ഞ് ഇന്ന വേർബാണ് വരേണ്ടത്, അത് എപ്പോഴും ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മുടെ മൈൻഡിലുണ്ട്. അതനുസരിച്ച് നമ്മൾക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നോട്ട്സൊക്കെ നമ്മൾക്ക് നെസസ് നോട്ട്സ് എഴുതുന്ന സമയത്ത് എപ്പോഴും നേരത്തെ എഴുതിയതുപോലെയല്ല, ഇപ്പം ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും എൻ്റെ ഗ്രാമർ ശരിയാണോ, ഇന്നത് കഴിഞ്ഞ് ഇതാണോ വരുന്നത്. അങ്ങനെയുള്ള ഒത്തിരി വ്യത്യാസങ്ങൾ കടന്നു വന്നു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മക്കൾ പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. അതിന് ഒത്തിരി ഫാർ ഡിഫറെൻ്റ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. So that was the end of our today's podcast, and today I had the recent OET winner from Tijus Academy, that is none other than Mariamma. So thank you so much, Mariamma, for being here with us, and many congratulations to you for successfully cracking OET examination. Thank you, ma'am. Thank you very much.